ഈ ആഴ്ചയിലെ കൊട്ടവാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഗാലക്സി കാർ സ്പാ ആൻഡ് വാട്ടർ സർവീസിംഗ് സെൻറ്റർ താന്നിമുക്ക്. ഇവിടെ വെളിയം താന്നിമുക്കിൽ ഗാലക്സി കാർ സ്പാ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അവിടെ കാർ വാഷിങ്ങും കാർ ഡീറ്റെയിലിങ്ങും അങ്ങനെ എല്ലാ പരിപാടികളുമുണ്ട്. അപ്പം ഞങ്ങളുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു സഹകരണം. ഞാൻ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാം. നമസ്കാരം. കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദാസ് കൊട്ര. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ DGE ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം മനസ്സിലാക്കണം. ഈ അധ്യാപകരും വിദ്യാർത്ഥികളും ശരിയായി വീട്ടിലിരിക്കല്ല, അവർ ഒട്ടേറെ പഠനാനുബന്ധ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ SPC പരിശീലനം, NSS പരിശീലനം. കൊട്ര YMCയുടെ വാർഷിക പൊതുയോഗം പൂയപ്പള്ളി ജോഗോഷിൽ വെച്ച് നടന്നു. കൊട്ര EMS കോളനി കനാൽ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി. വാർഡ് മെമ്പർ MP പ്രകാശ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ബാലവേലയ്ക്കെതിരെ മരുതമൺപള്ളി മാർ ബസേലിയസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രോഗ്രാം ഒന്ന് കാണാം. ഫാദർ ജോബിൻ പുള്ളിവിളയ്ക്ക് യാത്രയയപ്പ് നൽകി വെളിയം സെന്റ് ആനീസ് മലങ്കര കത്തോലിക്ക ചർച്ച്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.